കോഴിക്കോട് കുന്നമംഗലത്ത് ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി അപകടം. ബസ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. തൊടുപുഴയിൽ നിന്ന് വയനാട്ടിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി രമ്യ ദാസാണ് നമുക്കൊപ്പം ചേരുന്നത്. രമ്യ, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? കാര്യമായ ആർക്കെങ്കിലും പരിക്കുണ്ടോ? ബിനിൽ, ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ കുന്നമംഗലം IIM സമീപം ഇത്തരത്തിലൊരു ടൂറിസ്റ്റ് ബസ് കടയിലേക്ക് ഇടിച്ചു കയറി അപകടം ഉണ്ടാകുന്നത്. നമുക്ക് ഏറ്റവും ആശ്വാസകരമായി ഇത് നൽകാൻ കഴിയുന്ന വാർത്ത, ഈ അപകടത്തിൽ ആർക്കും പരിക്കില്ല എന്ന് തന്നെയാണ്. നിയന്ത്രണം വിട്ടതാകാം കാരണമെന്നാണ് കരുതുന്നത്. കാരണം പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ സമീപത്ത്, അതായത് ഈ ഇടിച്ചു കയറിയതിന് സമീപത്ത് നിരവധി കടകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ KSEBയുടെ ഹൈ ടെൻഷൻ വൈദ്യുതി ലൈൻ കടന്നു പോകുന്ന ഒരു ഏരിയ കൂടിയാണ്. അതിൻ്റെ ഈ തൂണുകളെല്ലാം ഈ ഇടിയുടെ ആഘാതത്തിൽ തകർന്നിട്ടുണ്ട്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം പുതിയതായി തുറന്ന ഒരു ലഞ്ച് ഹോം ഉണ്ടായിരുന്നു, ഇതും തകർന്നിട്ടുണ്ട്. അതുപോലെ നിരവധി കടകളാണ് ഈ മേഖലയിൽ ഈ ബസ് ഇടിച്ചത് മൂലം തകർന്നിട്ടുള്ളത്. എന്തു തന്നെയായാലും ഈ അപകടത്തിൽ യാത്രക്കാർക്ക് ഉൾപ്പെടെ പരിക്കില്ല എന്ന് തന്നെയാണ് ഏറെ ആശ്വാസകരമായ വാർത്ത. തൊടുപുഴയിൽ നിന്നും വയനാട്ടിലേക്ക് യാത്രക്കാരുമായി പോകുകയായിരുന്ന യാത്രക്കാർക്ക് ഉൾപ്പെടെ കാര്യമായ രീതിയിലുള്ള പരിക്കില്ല. രാവിലെയാണ് അപകടം എന്നുള്ളതുകൊണ്ട് തന്നെ മറ്റു വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഒഴിവായി എന്നുള്ളതാണ് രമ്യ ദാസ് റിപ്പോർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് കുന്നമംഗലത്താണ് ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറിയത്.